ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കുക്കർ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് കൊച്ചുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പകുതി സവാളയും പകുതി കൊച്ചുള്ളിയും അങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളി പെട്ടെന്ന് വഴണ്ടി വരാനായിട്ട് ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി നന്നായിട്ട് തന്നെ വഴണ്ടി കിട്ടണം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു 10 അല്ലി വെളുത്തുള്ളി, 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു പീസ് ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ഒന്നും അടി പിടിക്കാതെ നോക്കണം. അപ്പോൾ അതിൻ്റെ പച്ചമണം പോകുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ 2 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കുക. എന്നിട്ട് ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. മഞ്ഞൾപ്പൊടി ആ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് തന്നെ മൂത്ത് വരണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ഞാൻ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചെടുത്ത മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയാണ്. പെരിഞ്ജീരകം അതുപോലെ തന്നെ വറുത്ത് പൊടിച്ചെടുത്ത പൊടിയാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങളെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ എരിവ് നന്നായിട്ട് കൂടിപ്പോവും. അപ്പം ഞാനിതിവിടെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തക്കാളി പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം. തക്കാളി അരച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കുക. തക്കാളിയുടെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് പോണ വരെ നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കുക. തക്കാളി ആ മസാലയിലോട്ട് നല്ലോണം പിടിച്ച് കിട്ടണം. അതുവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക.
ഇനി ഇതിലേക്ക് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള നാടൻ ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ മസാലയൊക്കെ ചിക്കനിൽ പിടിക്കണ വരെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2-3 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇവിടെ അടച്ച് വെക്കുകയാണ്. 2-3 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഈ ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് കറി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പം ഞാനിവിടെ ഒരു 2 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നാടൻ ചിക്കൻ ആയതുകൊണ്ട് തന്നെ നല്ല വേവുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 9 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. 9 വിസിൽ വന്നതിന് ശേഷം അരമണിക്കൂർ തീ ഓഫ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ചിക്കൻ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് ഒന്നുകൂടെ ഒന്ന് അടുപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ നാടൻ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.